നമസ്കാരം. താനൊരു സസ്യഭുക്കായി മാറിയതായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ്. മകളുടെ പ്രചോദനത്തിൻ്റെ ഫലമായിട്ടാണ് താൻ മാറിയത്. തുകൽ, സിൽക്ക് ഉൽപ്പന്നങ്ങൾ താനും കുടുംബാംഗങ്ങളും ഉപയോഗിക്കുന്നില്ല. അംഗപരിമിതരായ 2 പെൺമക്കളാണ് തനിക്കുള്ളത്. ക്രൂരത ഒഴിവാക്കുന്ന ജീവിതം നയിക്കണം എന്ന് അതിലൊരു മകൾ തന്നോട് പറഞ്ഞു. ആ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ പ്യുവർ വെജിറ്റേറിയനായി മാറിയത് എന്നും ചീഫ് ജസ്റ്റിസ് വിശദീകരിച്ചു. ഡൽഹി ഹൈക്കോടതി വളപ്പിലെ സാഗർ രത്ന ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഡിജിറ്റൽ ലോ റിപ്പോർട്ടും അദ്ദേഹം പ്രകാശനം ചെയ്തു. അതേസമയം നിയമ വിദ്യാർത്ഥികൾ പ്രാദേശിക ഭാഷകളും പ്രാദേശിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് DY ചന്ദ്രചൂഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലഖ്നൌവിലെ റാം മനോഹർ ലോഹിയ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത്. ലളിതമായ ഭാഷയിൽ നിയമവിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇതിന് കഴിയാത്തത് പോരായ്മയാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കുന്നതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായി കണ്ടെത്തി എന്ന് സർവകലാശാലകളിലും കോളേജുകളിലും സുപ്രീം കോടതിയുടെ ഗവേഷണ വിഭാഗം നടത്തിയ വിശകലനം ഉദ്ധരിച്ചുകൊണ്ട് DY ചന്ദ്രചൂഡ് പറഞ്ഞു. നിയമ വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ നൽകുന്നതിനാൽ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭാഷകളിൽ നിയമ നടപടിക്രമങ്ങൾ സാധാരണക്കാരോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആരെയും കുറ്റപ്പെടുത്തുകയോ നിയമ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയോ അല്ല എന്നും പ്രാദേശിക ഭാഷകൾ കൂടി അതിൽ സ്വീകരിക്കണമെന്ന് മാത്രമാണ് താൻ നിർദ്ദേശിക്കുന്നത് എന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകൾ. ഇത് വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. ചിലത് ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, ചിലത് പ്രദേശത്തെ അടിസ്ഥാനമാക്കി. ഉത്തർപ്രദേശിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ ഉണ്ട്. ലഖ്നൌവിൽ ആളുകൾ ഹിന്ദുസ്ഥാനി സംസാരിക്കുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിൽ അവർ ഭോജ്പുരിയാണ് സംസാരിക്കുന്നത്. ഇത് നീതിയുടെ മൂല്യങ്ങളും ഭരണഘടനയും എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ അയോധ്യ സന്ദർശനം സമൂഹമാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചാ വിഷയമായി മാറിയിരുന്നു. 2019 നവംബർ 19 ബാബറി മസ്ജിദ് അയോധ്യ തർക്കത്തിൽ വിധി പ്രസ്താവിച്ച 5-അംഗ ബെഞ്ചിൽ DY ചന്ദ്രചൂഡുമുണ്ടായിരുന്നു. ആ വിധിയിലാണ് 500 വർഷം പഴക്കമുള്ള തർക്കം പരിഹരിക്കാൻ ശ്രീരാമൻ്റെ ജന്മസ്ഥലമായ തർക്കപ്രദേശത്ത് ശ്രീരാമക്ഷേത്രം പണിയാനും മുസ്ലിം സമുദായാംഗങ്ങൾക്ക് വേറെ ഒരിടത്ത് 5 ഏക്കർ സ്ഥലം നൽകാനും സുപ്രീം കോടതി 5-അംഗ ബെഞ്ച് വിധിച്ചത്.